അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹിൻ്റെ ഒരു നാമത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ഏതൊരാളും തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആദ്യത്തെ വചനം എന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആനിലെ 113 സൂറത്തുകളുടെയും തലക്കെട്ടായിട്ട് വരുന്നത് ഈ ഒരു വചനമാണ്. അത് ഖുർആൻ നമുക്ക് നൽകുന്നതിന് മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള രാജ്ഞിക്ക് എഴുതിയ ആ കത്തിൽ അതിൻ്റെയും തലക്കെട്ടായിട്ട് സൂചിപ്പിച്ചത് സൂറത്തു നംലിൻ്റെ 30-ാമത്തെ വചനത്തിൽ ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം അള്ളാഹ്ക്ക് ഇത്രയേറെ നാമങ്ങളുണ്ടായിട്ടും അള്ളാഹു എല്ലാത്തിൻ്റെയും മുകളിൽ വെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത 2 നാമങ്ങൾ അവൻ്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന അർ റഹ്മാൻ അർ റഹീം, ഈ 2 നാമങ്ങളാണ്. അപ്പോൾ നമ്മൾ ബസ്മല നോക്കുന്ന സമയത്ത് അതിൽ മൊത്തം 4 വേർഡുകളാണ്. അതിൽ 3ഉം അള്ളാഹിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ നാമങ്ങളാണ്. തീർച്ചയായിട്ടും ആരംഭിക്കുന്നത് അള്ളാഹു എന്നുള്ള ലഫ്ദു ജലാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമം കൊണ്ടാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു അതിനോട് ചേർത്ത് വെച്ചത് അർ റഹ്മാൻ എന്നുള്ള ആ നാമമാണ്. അത് അള്ളാഹിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ്. അപ്പോൾ കാരുണ്യം ഓൾറെഡി അർ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമത്തിലൂടെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അള്ളാഹിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ അറിവിന് അജയതയെ കുറിക്കുന്ന അൽ ജബ്ബാർ, അൽ അസീസ്, അൽ അലീം, ഇതേ രൂപത്തിലുള്ള നിരവധി നാമങ്ങളുണ്ടായിട്ടും അള്ളാഹു 3ാമതായിട്ട് അവിടെ തിരഞ്ഞെടുത്ത നാമം വീണ്ടും അതേ കാരുണ്യത്തെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന അർ റഹീം എന്നുള്ള നാമമാണ്. അപ്പോൾ 2 തവണയാണ് ആ കാരുണ്യത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അവൻ്റെ കാരുണ്യത്തെ ആവർത്തിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തുടക്കത്തിൽ വരുന്ന ഈ ഒരു തലക്കെട്ട്, ഫസ്റ്റ് ഇംപ്രഷൻ, അത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വലില്ലാഹി മസലുൽ അല. നമ്മളായിട്ട് ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ മുകളിൽ എഴുതുന്ന ആദ്യത്തെ വാക്കുകൾ അത് നമ്മളാര്, അതേപോലെ തന്നെ നമ്മളെ മറ്റുള്ള ആളുകൾ എങ്ങനെ കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനെയാണ് കുറിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ എഴുതുന്ന വാക്കുകൾ. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ്, അതായത് പരിശുദ്ധ ഖുർആൻ്റെ ആരംഭം, അതേപോലെ തന്നെ 113 അധ്യായങ്ങളുടെയും തലക്കെട്ടായിട്ട് വരുന്നത് അള്ളാഹിൻ്റെ ഈ കാരുണ്യത്തെ കുറിക്കുന്ന 2 നാമങ്ങളാണ്, അർ റഹ്മാൻ അർ റഹീം. അപ്പം അത് സൂറത്തുകളുടെ മുകളിൽ മാത്രമല്ല, അള്ളാഹിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള അർശ്, അവൻ്റെ സിംഹാസനത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്തും റസൂലുള്ള ഹദീസിൽ പറയുന്നുണ്ട് 7 വാനലോകങ്ങൾ അത് അർഷുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ മോതിരം വലിയൊരു മരുഭൂമിയിൽ ഇട്ടതുപോലെയാണ്. അത്രയും ഭീമാകാരമായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പം അവിടെയും അള്ളാഹു അതിനോട് ചേർത്ത് പറഞ്ഞ നാമം അർ റഹ്മാനു അലൽ അർഷിസ്തവ, സൂറത്ത് ത്വാഹ. അവിടെ അൽ ജബ്ബാർ എന്നോ അൽ മലിക്കോ എന്നല്ല അള്ളാഹു ഉപയോഗിച്ച അർ റഹ്മാൻ എന്നുള്ള നാമമാണ് അർഷുമായിട്ട് ചേർത്ത് പറയുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ഫുർഖാൻ്റെ 59-ാമത്തെ വചനത്തിലും സമാനമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവൻ്റെ ആ സിംഹാസനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ അള്ളാഹു ആ അർശിന് മുകളിൽ കുറിച്ചത് ഇന്ന റഹ്മത്തി സബഖത്ത് ഖളബി, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. ഫഹുവ മക്തൂബുൻ ഇൻദഹു ഫൗഖൽ അർഷ്, റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാരുണ്യത്തെ കുറിക്കുന്ന വാക്കുകളാണ് അള്ളാഹു അവൻ്റെ അർശിന് മുകളിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അത് അള്ളാഹു അവന് വെച്ച നിയമമാണ്. ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖൽ ഖൽഖ്. ആ സൃഷ്ടികളുമായിട്ടുള്ള ഡീലിങ്ങിൽ മുകളിൽ വെക്കാൻ അള്ളാഹു അവന് വേണ്ടി തന്നെ തിരഞ്ഞെടുത്ത ക്വാളിറ്റി എന്നുള്ളത് ആ കാരുണ്യമാണ്. ചിന്തിച്ച് നോക്കുക, അള്ളാഹ്ക്ക് ആ രൂപത്തിലല്ലാതെ ആകായിരുന്നു. അവനെ തിരുത്താനോ ചോദ്യം ചെയ്യാനോ ഒരാളും ഇല്ലെന്നിരിക്കെ ലാ യസ്അലു അമ്മാ യഫ്അൽ. എന്നിട്ടും അള്ളാഹു അവന് വേണ്ടി തിരഞ്ഞെടുത്ത ആ ഗുണമെന്നുള്ളത് ആ കാരുണ്യത്തെ കുറിക്കുന്നതാണ്. അത് മനുഷ്യനെ സൃഷ്ടിച്ച സമയത്തും ആ റൂഹ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ആദ്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുമ്മുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഉരുവിടുന്ന പദം അൽഹംദുലില്ലാ, ആ ശുക്റിൻ്റെ, ആ നന്ദിയുടെ പദങ്ങളാണ്. ഫഖാല ലഹു റബ്ബുഹു, അത് കേട്ട ഉടനെ അള്ളാഹു മറുപടിയായിട്ട് ഇർഹമുക്കല്ലാ, നിൻ്റെ മീതെ അള്ളാഹിൻ്റെ കരുണയുണ്ടാകട്ടെ എന്ന് അള്ളാഹു ആദ്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് മനുഷ്യനോട് അള്ളാഹു, അതായത് മനുഷ്യരാശിയോടുള്ള അള്ളാഹിൻ്റെ ആ സ്വാഗത വാക്യം അത് ആ കാരുണ്യത്തെ കുറിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിൻ്റെ വിശാലമായിട്ടുള്ള കാരുണ്യത്തെ കുറിക്കുന്ന ആ ശ്രേഷ്ഠ നാമം അർ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം തന്നെ അള്ളാഹിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള അർഷുമായിട്ട് ബന്ധിപ്പിക്കുക വഴി അതിലുള്ള യുക്തി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ, ഏറ്റവും ഉയർന്നതായിട്ടുള്ള ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം, ആ ഒരു വിശേഷണം ഉപയോഗിക്കുന്നത് വഴി അതിന് താഴെ വരുന്ന സർവ്വതിനെയും ആ കാരുണ്യം വലയം ചെയ്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അള്ളാഹു അതുവഴി നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ അറാഫിൻ്റെ 156-ാമത്തെ വചനത്തിൽ റഹ്മത്തി വസിഅത് കുല്ല ഷൈ അള്ളാഹു പറയുന്നുണ്ട്,
അവൻ്റെ കാരുണ്യം സർവ്വതിനെയും വലയം ചെയ്തിരിക്കുന്നു എന്നുള്ള സൂറത്ത് ഖാഫിറിൻ്റെ 7-ാമത്തെ വചനത്തിലും റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ, അവൻ്റെ കാരുണ്യവും അറിവും സർവ്വതിനെയും വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു അവൻ്റെ ആ സൃഷ്ടികൾക്ക് നൽകിയ വലിയ കാരുണ്യത്തിൻ്റെ നിദർശനങ്ങളാണ് നമ്മുടെ ചുറ്റിലും നമ്മുടെ ശരീരത്തിലെല്ലാം നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിധം ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അത്രയേറെ ആ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചുറ്റിലുള്ള നമ്മൾ നിരന്തരം ആസ്വദിക്കുന്ന, അതേസമയം നമ്മൾ അവഗണിക്കുന്ന അള്ളാഹിൻ്റെ കാരുണ്യങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. സൂറത്ത് റൂമിൻ്റെ 50-ാമത്തെ വചനത്തിൽ ഫന്ദുർ ഇല ആസാരി റഹ്മത്തില്ല, നിങ്ങളുടെ ചുറ്റിലുള്ള അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അവിടെ അള്ളാഹു ഭൂമിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ഭൂമിയിലും നമ്മുടെ ശരീരത്തിലെല്ലാം അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനേറെ, ഇപ്പോൾ സൂറത്തുർ റഹ്മാൻ പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായം, ആ സൂറത്ത് അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൽ രാത്രി ഒരു ഡിം ലൈറ്റ് ഇട്ടാൽ, ചുവപ്പ് ഡിം ലൈറ്റ് ഇട്ടാൽ അവിടെയുള്ള എല്ലാം ചുവപ്പായിട്ട് കാണാം. അതേ രൂപത്തിൽ റഹ്മാൻ എന്നുള്ളതൊരു ലൈറ്റാണ്. ആ ഗ്ലാസ്സിലൂടെയാണ് പിന്നീട് പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ സൂറത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തുടനീളം അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ ചുറ്റിലുള്ള പ്രകൃതി പ്രപഞ്ച പ്രതിഭാസങ്ങളിലേക്കാണ്. മനുഷ്യ സൃഷ്ടിപ്പ്, സൂര്യന് ചന്ദ്രന് കടൽ ഉദയാസ്തമയങ്ങൾ, അതേപോലെ തന്നെ ഭൂമിയിലുള്ള സസ്യ വർണ്ണ ഗന്ധ വൈവിധ്യങ്ങളെല്ലാം അള്ളാഹു ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിലെല്ലാം അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാകുന്ന കൊച്ചു ഗ്രഹത്തെ സംബന്ധിച്ച് മാത്രം ചിന്തിച്ചു നോക്കുക. നേരത്തെ അൽ ഖാലിഖ് എന്നുള്ള ഒരു നാമം വിശദീകരിച്ച സമയത്ത് പലതും അവിടെ സൂചിപ്പിച്ചിരുന്നു. കോടിക്കണക്കിന് ഇതര ഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എത്ര സംവിധാനങ്ങളാണ് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, ഭൂമിയിൽ നിങ്ങൾക്ക് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഭൂമി ശക്തമായിട്ടുള്ള വേഗത്തിൽ അത് തിരിയുന്നുണ്ട്, ഭ്രമണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേഗത ശബ്ദവേഗത്തേക്കാൾ കൂടുതലാണ്, 1600 km/h. പക്ഷേ അതിനകത്തുള്ള നമ്മൾ അറിയുന്നില്ല, നമ്മളിവിടെ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം, ഈ മേശ അതല്ലെങ്കിൽ ഈ മൊബൈലൊന്നും തെറിച്ചു പോകുന്നില്ല, തല കറങ്ങുന്നില്ല. അതായത് ഭൂമിക്കകത്തുള്ള നമുക്ക് ആ ചലനം അനുഭവപ്പെടുന്ന പോലുമില്ല. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവർ നിരീക്ഷിച്ച സമയത്ത് വാനലോകത്തുള്ള മറ്റുള്ളതെല്ലാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ചലിക്കുന്നുണ്ട്, ഭൂമി നിശ്ചലാണെന്നായിരുന്നു അവർ ധരിച്ചു വെച്ചത് തുടക്കത്തിൽ. സ്റ്റേഷനറിയാണ്. അതുകൊണ്ട് തന്നെ ജിയോസെൻട്രിക് തിയറികൾ, ഭൂമി നിശ്ചലാണ്, മറ്റുള്ളതെല്ലാം അതിനെ ചുറ്റാണെന്നുള്ള ആ രൂപത്തിലുള്ള അനുമാനങ്ങളിലേക്ക് പോലും ആദ്യകാലങ്ങളിൽ അവർ എത്തിയെന്നുള്ള, അത്രയേറെ ആ ചലനം അതിനകത്തുള്ള നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ള. കാരണം അതിനാവശ്യമായിട്ടുള്ള നിരവധി സംവിധാനങ്ങൾ അവൻ ഒരുക്കി എന്നുള്ള. സൂറത്തു നബയിൽ അലം നജഅലിൽ അർള മിഹാദ, അതല്ലെങ്കിൽ സൂറത്തു ലുഖ്മാന്റെ 10-ാമത്തെ വചനത്തിൽ വ അൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി അതിൽ ശക്തമായിട്ടുള്ള പർവ്വതങ്ങളെ സംവിധാനിച്ചു. അതല്ലെങ്കിൽ സൂറത്ത് മുൽക്കിൽ ജഅല ലക്കുമുൽ അർള ദലൂല, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പർവ്വതങ്ങളും ബലങ്ങളെല്ലാം വെച്ച് ആ ഭൂമി അവൻ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ആ ബീജത്തെ വരവേൽക്കാൻ വേണ്ടി ഗർഭപാത്രത്തെ ഒരുക്കി വെച്ചതുപോലെ ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാം, അതേ രൂപത്തിൽ ആ ജീവനെ വരവേൽക്കാൻ വേണ്ടി ഭൂമിയാകുന്ന ഗർഭപാത്രത്തെ അവന് സംവിധാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സമാനമായിട്ടുള്ള ഭാഷയിൽ തന്നെ അള്ളാഹു സംസാരിക്കുന്നില്ല. സൂറത്ത് മുഅ്മിനൂന്റെ 13-ാമത്തെ വചനത്തിൽ ഗർഭപാത്രത്തെ സംബന്ധിച്ച് ഖറാറിൻ മക്കീൻ, ഭദ്രമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സങ്കേതം എന്ന് പറയുന്നു. അതേ രൂപത്തിൽ സൂറത്ത് ഗാഫിറിന്റെ 64-ാമത്തെ വചനത്തിൽ ഭൂമിയെ സംബന്ധിച്ച് അല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അള്ളാഹു അതേ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഒരുക്കി വെച്ച ജീവൻ അനുയോജ്യമായിട്ടുള്ള സർവ്വ സംവിധാനങ്ങളും അവൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഇനി നമ്മൾ ശ്വസിക്കുന്ന ജീവവായു ഓക്സിജനെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കുക. ഒരാൾക്ക് ദിനേന 11,000 ലിറ്റർ ഓക്സിജൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിൽ 550 ലിറ്റർ ശുദ്ധമായിട്ടുള്ളതാണ്. അതിന് ലിറ്ററിന് 1 രൂപ വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ബില്ല് എത്രയാണ്? അതിനെ നമ്മൾ മൊത്തം പോപ്പുലേഷൻ ഭൂമിയിലുള്ള 8.3 ബില്യനായിട്ടൊന്ന് ഗുണിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആകുന്ന സമയത്തല്ല ഓക്സിജൻ്റെ ബില്ല് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ജീവവായു അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ കുടിക്കേണ്ടതില്ല, പമ്പ് ചെയ്യേണ്ടതില്ല, പണം നൽകേണ്ടതില്ല, അത് സർവ്വസ്ഥലത്തും ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ആസ്ട്രോനട്സ് ബഹിരാകാശ യാത്രികരില്ല അത് വഹിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചിന്തിച്ച് നോക്കുക, അപ്പോൾ നമ്മൾ ഇപ്പോൾ മറ്റുള്ള പല അടിസ്ഥാന ആവശ്യങ്ങൾക്കും വെള്ളം, വസ്ത്രം, വൈദ്യുതി, പാർപ്പിടം, ഭക്ഷണം ഇതിനെല്ലാം നമ്മൾ പണം നൽകുന്നുണ്ട്. സമാനമായിട്ട് നമ്മൾ ശ്വസിക്കുന്നതിനും ആ പണം നൽകേണ്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ സൃഷ്ടാവ് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏർപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സസ്യങ്ങളും കടലും എല്ലാം നമുക്ക് നൽകുന്നു. നമ്മൾ അവർക്ക് ആവശ്യമുള്ള നമ്മുടെ വേസ്റ്റ് അവരെടുത്ത് ആ റീസൈക്കിളെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ സംവിധാനിച്ചു. അത് മാത്രമല്ല
അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ അളവ് പരിശോധിക്കുന്ന സമയത്ത് ആ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിരവധി ഇതര വാതകങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. അതിൽ ഓക്സിജൻ്റെ അളവ് എന്നുള്ളത് 21%. ആ അളവ് വളരെ കൃത്യമാണ്. അവർ ആ ബാലൻസാണ് അവിടെ കാണുന്നത്. അവർ പറയുന്നത് ഒരല്പം എങ്ങാനും അളവ് കൂടിയിരുന്നെങ്കിൽ ഭൂമി മൊത്തം തീപിടിച്ചു പോകും. അതേസമയം ഒരല്പം കുറഞ്ഞാൽ മുഴുവൻ ജീവികൾ അത് ശ്വാസം മുട്ടി മരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ബാലൻസ് സൂറത്ത് റഹ്മാനിൽ മീസാൻ അള്ളാഹു ബാലൻസിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഈ ഓക്സിജൻ്റെ അളവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള സ്ഥിരാംഗങ്ങൾ, കോൺസ്റ്റൻറ്റുകൾ അതെല്ലാം കൃത്യമായിട്ടുള്ള ഒരളവിൽ, ഇപ്പോൾ ഗുരുത്വാകർഷണം ആകട്ടെ, പ്രകാശത്തിൻ്റെ വേഗതയാകട്ടെ, അതെല്ലാം കൃത്യമായിട്ടുള്ള ഒരളവിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇവിടെ ജീവന് സാധ്യമാകില്ല എന്നുള്ളതാണ്. മീസാൻ. അപ്പോൾ നമ്മൾ ആ ഭൂമിയിൽ ആ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായിട്ടുള്ള ഓക്സിജനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. പിന്നീട് വരുന്നത് ആ വെള്ളമാണ്. ആ വെള്ളത്തിലുള്ള ജലത്തിലുള്ള കാരുണ്യം ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്നുള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ പ്രത്യേകത അത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, അതായത് പെട്ടെന്ന് കത്തുന്ന ഒരു മൂലകമാണ്. അതേസമയം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്നുള്ളത് ഓക്സിഡൈസറാണ്, അതായത് പെട്ടെന്ന് കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇത് രണ്ടും കൂടിച്ചേരുന്ന സമയത്ത് തികച്ചും അപകടകരമായിട്ടുള്ളൊരു വസ്തുവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് കൂടിച്ചേർന്ന സമയത്ത് ഒരു സ്ഫോടനമോ ഒരു ഇന്ധനമോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല, മറിച്ച് തികച്ചും വിപരീതമായിട്ടുള്ളൊരു ഗുണമാണ്. അതായത് ആ തീ കെടുത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ദാഹം അകറ്റാൻ സഹായിക്കുന്ന ജീവൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ജലം അവിടെ രൂപം കൊള്ളുകയാണ്. അപ്പം അത് മാത്രമല്ല, അവൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ജലത്തിന് അവന് നൽകിയ ആ സവിശേഷതകൾ, അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ചിന്തിച്ച് നോക്കുക. ആ ജലം അങ്ങേയറ്റം ഭാരമുള്ള വസ്തുക്കളെ വഹിക്കുന്നുണ്ട്, അതേസമയം അത് അങ്ങേയറ്റം മൃദുലാണ്, സോഫ്റ്റാണ്. ഇപ്പോൾ ഒരു ചൈനീസ് തത്വചിന്തകൻ പറയുന്നുണ്ട്, ലോകത്ത് വെള്ളത്തേക്കാൾ മൃദുവായ അല്ലെങ്കിൽ വഴങ്ങുന്നതായിട്ടുള്ള മറ്റൊരു വസ്തു ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ ഒഴിക്കുന്ന ആ ഷേപ്പിലേക്ക് അത് മാറും. അതേസമയം ഏറ്റവും കടുപ്പുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളതിനെ തോൽപ്പിക്കാൻ അതിനേക്കാൾ മികച്ചതായിട്ട് മറ്റൊന്നില്ല എന്നുള്ള വലിയ പാറകളെപ്പോലും. അത് മാത്രമല്ല, ഫിറഔനടക്കം വെള്ളം അവസാനം കീഴടക്കുന്നത്. അപ്പോൾ ഒരേ സമയം ഒരാൾക്ക് കൂളായിട്ട് അതിനടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകാൻ സാധിക്കും, അതേസമയം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ബോയൻസി എല്ലാം കാരണം അത്യധികം ഭാരമുള്ള കപ്പലിന് അതിന് വഹിക്കാനും സാധിക്കും എന്നുള്ള. അപ്പോൾ ലോകത്തെ ഏറ്റവും ഭാരമുള്ള കപ്പൽ സീവൈസ് ജൈൻ്റ് എന്നുള്ള ജപ്പാൻ്റെ ഒരു കപ്പൽ 64 കോടിയാണ് അതിൻ്റെ ഭാരം പറയുന്നത്. അപ്പം അത്രയും ഭാരമുള്ള കപ്പലുകൾ ആ ജലം താങ്ങി നിർത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം, കപ്പലുകളാണ് ലോകത്തുള്ള 90% ട്രേഡ് നടക്കുന്നത് ആ കടൽ മാർഗ്ഗമാണ്. അപ്പോൾ അത് അള്ളാഹു ചെയ്തെന്ന കാരുണ്യമാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാരുണ്യമായിട്ട് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. വസഖറ ലക്കുമുൽ ബഹർ, ആ സമുദ്രത്തെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. അതല്ലെങ്കിൽ കപ്പലുകളെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രാഇൻ്റെ 66-ാമത്തെ വചനത്തിൽ റബ്ബുക്കുമുല്ലദി യുസ്ജി ലക്കുമുൽ ഫുൽക ഫിൽ ബഹർ, ആ കപ്പലിനെ സംബന്ധിച്ച് പറയുന്നു. ആയത്തിൻ്റെ അവസാനം ഇന്നഹു കാന ബിക്കും റഹീമ, അള്ളാഹു അവൻ്റെ കാരുണ്യം പ്രത്യേകമായിട്ട് ആ കപ്പലിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജലമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കുടിവെള്ളമാകുന്ന അനുഗ്രഹം അള്ളാഹു ആ മഴയെ റഹ്മത്തെന്ന് തന്നെ വിശേഷിപ്പിച്ചതായിട്ട് ഇപ്പോൾ സൂറത്തുൽ അറാഫിൻ്റെ 57-ാമത്തെ വചനത്തിലും സൂറത്ത് ഷൂറയുടെ 28-ാമത്തെ ആയത്തിലെല്ലാം വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മത്തിഹി, അള്ളാഹു ആ മഴയെ കാരുണ്യമെന്നുള്ള പദം കൊണ്ട് തന്നെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഭൂമിയിൽ 97% ഉപ്പുജലമാണ്. അത് കുടിക്കാൻ പറ്റില്ല, അത് കൃഷിക്കൊന്നും പറ്റുന്ന രൂപത്തിലല്ല. പിന്നീട് അത് ആ സൂര്യൻ്റെ ചൂടേറ്റ് ആ കടൽ ജലം നീരാവിയായിട്ട് ഉയരുന്ന സമയത്ത് ആ ഫിൽട്രേഷൻ അവിടെ സംഭവിക്കുകയാണ്. അതിലുള്ള മാലിന്യങ്ങൾ, ഉപ്പെല്ലാം ഉപേക്ഷിച്ച് ശുദ്ധമായിട്ടുള്ള ജലം മുകളിലേക്ക് ഉയർന്ന് ആ മുകളിലുള്ള തണുത്ത അന്തരീക്ഷത്തിലെത്തുന്ന സമയത്ത് അത് ഘനീഭവിച്ച് ചെറിയ ജലഗണങ്ങളെല്ലാം കൂടിച്ചേർന്ന് അവിടെ മേഘം രൂപപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഭൂമി മൊത്തം ഒരു പ്ലാന്റായിട്ട്, ഒരു ഫാക്ടറി ആയിട്ട് അതിന് വേണ്ട ഊർജ്ജം സപ്ലൈ ചെയ്യുന്നത് സൂര്യനാണ്. ആ രൂപത്തിലൊരു പ്രതിഭാസം അവിടെ അരങ്ങേറാണ്. പിന്നീട് ആ മേഘം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തലക്ക് മീതെയുള്ള ചില മേഘങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ ക്യുമുലോനിംബസ് പോലെയുള്ള മേഘങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്നത് അതിനകത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമുണ്ട് എന്നുള്ളതാണ്. അതായത് എത്രയും ഭാരമുള്ള ആ മേഘം നമ്മുടെ തലക്ക് മീതെ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം എത്ര കൃത്യമായിട്ടാണ് അതിൻ്റെ വിതരണം അവിടെ സംഭവിക്കുന്നത്. അത്രയും ലിറ്റർ വെള്ളം ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുറന്നു വിടുകയാണെങ്കിൽ അവിടെ പ്രളയമാകും, അതല്ലെങ്കിൽ കടലിലേക്ക് തന്നെ വന്ന് വീഴുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, മറ്റുള്ള സ്ഥലത്തെല്ലാം വരൾച്ചയാകും. അപ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ടുള്ള അളവിൽ എത്തിക്കാൻ വേണ്ടി വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു വിതരണ സംവിധാനം സൃഷ്ടാവ് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് പൈപ്പോ ടാങ്കർ ലോറിയോ ഒന്നുമല്ല, മറിച്ച് അവിടെ കാറ്റാണ് ആ ഡെലിവറി ബോയുടെ ആ റോളിൽ വരുന്നത്. യുർസിലു റിയാഹ്, പരിശുദ്ധ ഖുർആനിൽ ആ കാറ്റിനെ സംബന്ധിച്ച് പല ഭാഗത്തും പറയുന്നുണ്ട്. നമ്മൾ ഓർഡർ പോലും ചെയ്യാതെ നമ്മുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഫ്രീ ഹോം ഡെലിവറി സർവീസാണ്. അതായത് ഫിൽട്ടർ ചെയ്ത് ശുദ്ധമാക്കിയ വെള്ളം വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പിടിച്ചു കുലുക്കുന്ന വല്ലാത്തൊരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിയയുടെ 68 മുതലുള്ള ആയത്തുകളിൽ അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ, അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ,
നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത് അതോ ഞാനാണോ? ശേഷം അള്ളാഹു പറയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുരസമുള്ള രൂപത്തിൽ എനിക്ക് ആക്കായിരുന്നു. പക്ഷേ ആ രൂപത്തിലല്ലാതെ അതിനെ ഫിൽട്ടർ ചെയ്ത് ആ ശുദ്ധജലം നിങ്ങൾക്ക് നൽകിയത് എൻ്റെ കാരുണ്യമാണ്. ആയത്തിൻ്റെ അവസാനം ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടെയാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പം അവിടെ ആ മഴ നമുക്ക് ലഭിച്ചാലും മഴക്കാലം എന്നും ഉണ്ടാവില്ല. മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് ജലം ആവശ്യമുണ്ട്. ആ വെള്ളം നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട്. അതും നമ്മളറിയാതെ തന്നെ നമുക്ക് വേണ്ടി ആ ഭാവിയിലേക്ക് ജലം സൂക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു ജലസംഭരണിയായിട്ട് ഈ ഭൂമി മാറുകയാണ്. ആ ഭൂമിക്കടിയിൽ അത് ശേഖരിച്ച് വെക്കുകയാണ്. ശേഷം അത് ഫിൽട്ടർ ചെയ്ത ആ ശുദ്ധവെള്ളം നേരത്തെ മേഘത്തിൽ നിന്ന് ഒന്നിച്ചത് ഇറക്കാത്തതുപോലെ തന്നെ അതൊന്നിച്ചല്ല, വളരെ പതുക്കെയായിട്ട് സ്ലോ ആയിട്ട് അത് റിലീസ് ചെയ്യുകയാണ്. ആ ഉറവയായിട്ട് നമുക്ക് ആ ജലം ലഭിക്കുകയാണ്. അപ്പോൾ മഴ ഇല്ലെങ്കിലും അത് കിണർ അല്ലെങ്കിൽ നദി വഴിയെല്ലാം നൽകി ആ ഭൂമിയിലുള്ള ആ ജീവൻ നിലനിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെയും പരിശുദ്ധ ഖുർആനിൽ വല്ലാത്തൊരു ചോദ്യം സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തെ ആയത്തിൽ, ഖുൽ അറഅയ്തുക്കും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അള്ളാഹു പറയാണ്, നിങ്ങൾ കുടിക്കുന്ന ആ ജലത്തിൻ്റെ ഉറവ അത് ഞാനെങ്ങാനും വറ്റിച്ച് കളഞ്ഞാൽ പിന്നീട് ആരാണ് നിങ്ങൾക്ക് ആ ഉറവ കൊണ്ടുവന്ന് തരിക? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നിരന്തരമായിട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്ന പല അനുഗ്രഹങ്ങളിലുള്ള കാരുണ്യം അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്, അല്ലെങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നമ്മൾ അതിന് വേണ്ടത്ര വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, അപ്പം സൗരയുധത്തിൽ തന്നെ നിരവധി ഇതര ഗ്രഹങ്ങളിൽ അവിടെ വളരെ വീര്യം കൂടിയിട്ടുള്ള ആസിഡുകളും ഗ്ലാസും ആ ഡയമണ്ടൊക്കെയാണ് മഴയായിട്ട് അവിടെ പെയ്യുന്നത്. അതേസമയം ഭൂമിയിൽ ശുദ്ധമായിട്ടുള്ള ജലം അള്ളാഹു നൽകുകയാണ്. സൂറത്ത് റഹ്മാനിൽ വീണ്ടും അള്ളാഹു അശംസു വൽ ഖമറു ബി ഹുസ്ബാൻ. ഇപ്പോൾ സൂര്യചന്ദ്രനെയെല്ലാം വളരെ കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥയോടുകൂടെ കണക്കനുസരിച്ച് സൃഷ്ടിച്ചതിലുള്ള വലിയ കാരുണ്യത്തെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, സൂര്യൻ ഒരു ഓർഡറും ഇല്ലാതെ തോന്നിയ രൂപത്തിൽ ഉദിക്കുക അസ്തമിക്കുക എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഭൂമിയിൽ നമുക്ക് ക്ലോക്കും കലണ്ടറും ഒന്നും സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് അള്ളാഹു അതിനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു മറുവശം അള്ളാഹു തന്നെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ 73-ാമത്തെ വചനത്തിൽ, നിങ്ങൾക്ക് സദാ പകലും അതല്ലെങ്കിൽ സദാ ഇരുട്ടും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 24 മണിക്കൂർ അടങ്ങുന്ന കൃത്യമായിട്ടുള്ള സൈക്കിൾ നൽകിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, കാരുണ്യമാണ് എന്നുള്ളത്. അപ്പോൾ സൗരയൂഥത്തിൽ തന്നെയുള്ള ചില ഗ്രഹങ്ങൾ, ഇപ്പോൾ വീനസ്, ശുക്രൻ, അവിടെയുള്ള ഒരു ദിവസം എന്നുള്ളത് ഭൂമിയിലുള്ള 243 ദിവസങ്ങൾക്ക് തുല്യമാണ്. അതായത് 5800 മണിക്കൂറാണ്. അപ്പോൾ അത് മെർക്കുറി ബുധനിലേക്ക് വരുന്ന സമയത്ത് അവിടെ 1400 മണിക്കൂറാണ്. ചില ഗ്രഹങ്ങളിൽ അത് വെറും 9 മണിക്കൂറാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേള 24 മണിക്കൂറിൻ്റെ അത് ഏറ്റവും വലിയ കാരുണ്യമാണുള്ളത്. സൂറത്തുൽ ഫുർഖാൻ്റെ 62-ാമത്തെ വചനത്തിൽ, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ, അള്ളാഹു വളരെ കൃത്യമായിട്ട് ആ അനുഗ്രഹത്തെ, കാരുണ്യത്തെ അവിടെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചുറ്റിലുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ പ്രതിഫലങ്ങൾ കാണാൻ സാധിക്കുമെന്നല്ല. സൂറത്ത് റഹ്മാനിലേക്ക് തന്നെ നമ്മൾ മടങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിൽ അള്ളാഹു ആ വർണ്ണ ഗന്ധ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വഖ്തിലാഫി അൽസിനത്തിക്കും അൽവാനിക്കും, പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു സ്ഥലത്തും. അതും എത്ര അത്ഭുതമാണ്, ചിന്തിച്ച് നോക്കുക. അതിലെത്ര വലിയ കാരുണ്യമാണ്. അപ്പോൾ സൂറത്ത് റഅദിൻ്റെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരേ വെള്ളം നിങ്ങൾ നനയ്ക്കുന്ന സസ്യങ്ങൾ ഉണ്ടാക്കുന്ന വ്യത്യസ്ത വർണ്ണങ്ങളും ഗന്ധങ്ങളെല്ലാം അത് ആ രൂപത്തിലല്ലാതെയും അള്ളാഹ്ക്ക് സൃഷ്ടിക്കായിരുന്നു. ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാം ഒരേ കളറായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ഫലവർഗ്ഗങ്ങളും എല്ലാ ഭക്ഷണവും ഒരേ രുചിയായി ഒരേ ഫ്ലേവർ ആയിരുന്നെങ്കിൽ, ഒരേ ആകൃതി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരേ രൂപത്തിൽ, എല്ലാ മനുഷ്യർക്കും ഒരേ രൂപത്തിലുള്ള ശബ്ദം, അതെല്ലാം ആയിരുന്നെങ്കിൽ എത്ര വിരസമായിരിക്കും ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം. അപ്പം അതല്ലാതെ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചത് അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണെന്ന് ആ സൂറത്തിൽ അള്ളാഹു ഉണർത്തുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ സൂറത്ത് റഹ്മാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യാനുള്ള കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹിൻ്റെ വിശിഷ്ട നാമങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഏക അധ്യായമാണ് സൂറത്ത് റഹ്മാൻ. അള്ളാഹിൻ്റെ മറ്റൊരു പേരിൽ ഇപ്പോൾ സൂറത്തുൽ ജബ്ബാർ, സൂറത്തുൽ ഖാലിഖ്, അത്തരത്തിലുള്ള മറ്റൊരു സൂറത്തും കാണാൻ സാധ്യമല്ല. അപ്പം അത് മക്കൻ സൂറത്താണ്. അത് മക്കൻ കാലഘട്ടത്തിന് നൽകാനുണ്ടായ കാരണം, മക്കയിലുള്ള ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ റഹ്മാനായിട്ടുള്ള അള്ളാഹിനെ അവർ അംഗീകരിച്ചിരുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റഅദിൻ്റെ 30-ാമത്തെ വചനത്തിൽ, വഹും യക്ഫുറൂന ബിർ റഹ്മാൻ, ആ റഹ്മാൻ ആകുന്ന അള്ളാഹുവിനെ അവർ നിഷേധിച്ചിരുന്നു എന്നുള്ളതാണ്. വീണ്ടും സൂറത്തുൽ ഫുർഖാൻ്റെ 60-ാമത്തെ വചനത്തിൽ, ഇദാ ഖീല ലഹും സുജൂദു ലിർറഹ്മാനി ഖാലു വമർ റഹ്മാൻ, ആ റഹ്മാനായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ ചോദിക്കും എന്ത് റഹ്മാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഹുദൈബിയ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ നേരത്തെ സീറയിൽ നമ്മൾ വിശദീകരിച്ചു. ആ സന്ധിയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞ സമയത്ത് സുഹൈൽ ഇബ്നു അംർ അതിനെ നിഷേധിക്കുന്നുണ്ട്. അത് എഴുതാൻ പറ്റില്ല, കാരണം റഹ്മാനായിട്ടുള്ള അള്ളാഹിനെ ഞങ്ങൾക്കറിയില്ല, പകരം ബിസ്മിക് അല്ലാഹുമ്മ എന്ന് തിരുത്തണം എന്ന് അദ്ദേഹം വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലായിരുന്നു. അപ്പോൾ അവർ വമർ റഹ്മാൻ, എന്താണ് റഹ്മാൻ എന്നവർ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ചില ആയത്തുകളല്ല, മറിച്ച് ഒരു മുഴുനീള അധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിക്കുകയാണ്.
ആ അധ്യായം വളരെ യുണീക്കായിട്ടുള്ളൊരു ചാപ്റ്റർ കൂടെയാണ്. 70-ലധികം ആയത്തുകൾ. അതിൽ അള്ളാഹു എന്നുള്ള പേര് കാണാൻ സാധ്യമല്ല. അത്തരത്തിൽ വളരെ ചുരുക്കം സൂറത്തുകൾ മാത്രമാണ്. ആ റബ്ബ് എന്നുള്ള പേരാണ്. അതേപോലെ തന്നെ 31ഓളം തവണ ആവർത്തിക്കുന്ന ചോദ്യം, അത് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്തിലും ആ രൂപത്തിലുള്ള ആവർത്തനം കാണാൻ സാധ്യമല്ല. ഫബി അയ്യ ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അതേപോലെ തന്നെ അത് മക്കൻ സൂറത്തായിട്ടും പൊതുവെയുള്ള അഭിസംബോധനാ രീതി കാഫിർ, മുശ്രിക്ക് അത്തരത്തിലുള്ള പദങ്ങൾ പകരം മുജ്രിം എന്നുള്ള പദമാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി സവിശേഷതകൾ ആ സൂറത്തായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മക്കൻ കാലഘട്ടത്തിലുടനീളം ആ റഹ്മാൻ എന്നുള്ള ആ ഒരു ക്വാളിറ്റി അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ റഹ്മാൻ എന്നുള്ള അള്ളാഹിൻ്റെ നാമം ആവർത്തിക്കുന്ന സൂറത്ത് മറിയമാണ്. അതും മക്കൻ സൂറത്താണ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അള്ളാഹു ആ സൂറത്തിൻ്റെ ആരംഭം മുതൽ 10-13 തവണ അള്ളാഹു ആ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം ആ സൂറത്തിൽ കടന്നു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ ഒരേ കാര്യം അള്ളാഹു പറയുന്ന സമയത്ത്, ഇപ്പോൾ മക്കൻ സൂറത്തിൽ, ഇപ്പോൾ സൂറത്ത് മുൽക്കിൽ അള്ളാഹു പക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അവലം യറോ ഇലത്തൊയിരി ഫൗഖഹും, ആ പക്ഷികൾ ആ വാനലോകത്ത് അവർ പറക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അത് റഹ്മാനായിട്ടുള്ള അള്ളാഹുവാണ് അതിനെ താങ്ങി നിർത്തുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യം അള്ളാഹു സൂറത്തു നഹ്ലിൽ പറഞ്ഞ സമയത്ത് അടിവരയിടുക, സൂറത്തു നഹ്ല് മദനി സൂറത്താണ്. അതിൻ്റെ 79-ാമത്തെ വചനത്തിൽ പക്ഷികളെ സംബന്ധിച്ച് അവിടെയും സമാനമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം, അവിടെ മാ യുംസിഖുന്ന ഇല്ലല്ലാ, നേരത്തെ റഹ്മാൻ എന്നുള്ളതായിരുന്നു, ആ നാമം മാറ്റി ഇവിടെ അള്ളാഹ് എന്നുള്ള നാമമാണ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആ മക്കൻ സൂറത്തുകളിലുടനീളം അള്ളാഹിൻ്റെ ആ കാരുണ്യത്തെ കുറിക്കുന്ന ആ വിശേഷണങ്ങൾ, ആ നാമം, അത് അള്ളാഹു അവരെ ആവർത്തിച്ച് ഉണർത്തുന്നതായിട്ട് അല്ലെങ്കിൽ അത് ആവർത്തിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ റഹ്മാൻ എന്നുള്ള ഈ നാമത്തിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റ് ചില മാനങ്ങൾ അടുത്ത ഭാഗത്ത് നമ്മൾ തുടർന്ന് സംസാരിക്കുന്നതാണ്. അള്ളാഹു ഈ റമദാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم نور قلوبنا بنور معرفتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والسلام عليكم ورحمة الله وبركاته.